HS മാത്സ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ 12ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിന്റെ 12ാമത്തെ വീഡിയോ. ഇതാണ് ക്വസ്റ്റ്യൻ. 4 years back, Rahim's age was 3 times Ramu's age. After 2 years, it will be 2 times. What are their ages now? അതായത് 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം റഹീംസ് ഏജ് വാസ് 3 ടൈംസ് രാമൂസ് ഏജ്. രാമുവിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാണ് റഹീമിന്റെ പ്രായം. 2 വർഷം കഴിഞ്ഞാൽ ആഫ്റ്റർ 2 years, ഇനി 2 വർഷം കഴിയുമ്പോ രാമുവിന്റെ പ്രായത്തിന്റെ 2 മടങ്ങാവും ആരുടെ പ്രായം? റഹീമിന്റെ പ്രായം. എങ്കിൽ വാട്ട് ആർ ദെയർ ഏജസ് നൗ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ ചോദ്യം മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ 2 പേരുണ്ട്, ഒന്ന് രാമുവിന്റെ ഏജും ഒന്ന് റഹീമിന്റെ ഏജ്. ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ തന്നിരിക്കുന്നത് ഒരെണ്ണം 4 years ബാക്ക് ആണ്, ഒരെണ്ണം ആഫ്റ്റർ 2 years ആണ്. അപ്പോൾ ലെറ്റ് us choose Ramu's age is equal to x. രാമൂസ് ഏജ് പ്രസന്റേജ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് പ്രസന്റേജ് ആണ്. സോ രാമൂസ് പ്രസന്റേജ് is equal to x we can choose. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റഹീംസ് പെർസെന്റേജ് y എന്ന് കൊടുക്കുക. we can choose 2 variables. Let Ramu's percentage is equal to x years and Rahim's percentage is equal to y years. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 4 years ബാക്ക് ആണ്, 4 വർഷം മുമ്പാണ്. അപ്പോൾ 4 years ബാക്കത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. 4 വർഷം മുമ്പ് അല്ലെ? 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാല് രാമൂസ് ഏജ് ഇപ്പോഴത്തെ ഏജ് ആണ് എക്സ്. ഇപ്പോ ഒരാളുടെ ഏജ് 20 ആണെന്ന് വിചാരിക്കുക. അപ്പൊ 4 വർഷം മുമ്പ് അയാളുടെ ഏജ് എന്തായിരിക്കും? 4 വയസ്സ് കുറയും. 20 നിന്ന് 4 കുറയ്ക്കണം, ശരിയല്ലേ? അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എക്സ് ആണെങ്കിൽ 4 വർഷം മുമ്പ് 4 വയസ്സ് കുറയും. സോ രാമൂസ് ഏജ് വിൽ ബി എക്സ് മൈനസ് രാമൂസ് ഏജ് വിൽ ബി എക്സ് മൈനസ് 4 ആയിരിക്കും. അതായത് 4 വർഷം മുമ്പ് 4 വയസ്സ് കുറയും. അതുപോലെ റഹീംസ് ഏജോ? റഹീംസ് ഏജ് എന്തായിരിക്കും? ഇപ്പൊ y ആണ്, അപ്പൊ 4 വർഷം മുമ്പ് y മൈനസ് 4 ആണ്. ക്ലിയർ ആയോ? അപ്പോ let their percentages be x and y. Then 4 years back, Ramu's age x minus 4 and Rahim's age y minus 4. At that time, the condition is given. Another condition: 4 years back, Rahim's age is equal to 3 times Ramu's age. Rahim's age is equal to 3 times Ramu's age. y minus 4. Rahim's age 4 years back Rahim's age y minus 4 ആണ്. 4 വർഷം മുമ്പുള്ള കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ 4 വർഷം മുമ്പ് റഹീമിന്റെ ഏജ് y minus 4 ആണ്. അപ്പോൾ ഈ y minus 4 എന്ന് പറയുന്നത് ആ സമയത്ത് രാമുവിന്റെ ഏജ് x minus 4 ആണ്. സോ 3 times x minus 4. അപ്പോൾ y minus 4 is equal to 3 into x minus 4. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. y minus 4 is equal to 3x minus 12 എന്ന് എഴുതാം. അപ്പോൾ y minus 4 is equal to 3x minus 12 ആകുമ്പോൾ y equal to 3x minus 12. Subtracting 4 goes to that side, become adding 4. അപ്പോൾ 3x minus 12 plus 4 വരും. അപ്പോൾ y is equal to 3x minus 12 plus 4 എന്ന് പറഞ്ഞാൽ 4 minus 12 എന്നാണ്. 4 minus 12 എന്ന് പറഞ്ഞാൽ -8. അപ്പോൾ 3x minus 8. അപ്പോൾ y എന്ന് പറയുന്നത് 3x minus 8. A relation between x and y is given. അല്ലേ? നമുക്ക് കിട്ടി. We got an equation in x and y equal to 3x minus 8. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്തപ്പോൾ, അതായത് 4 വർഷം മുമ്പ് അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എടുത്തു. അപ്പോൾ 4 വർഷം മുമ്പായതുകൊണ്ട് 4 വർഷം മുമ്പുള്ള ഏജ് ഒരാൾക്ക് x minus 4 അടുത്തയാൾക്ക് y minus 4. ആ സമയത്ത് അവരുടെ ഏജ് തമ്മിലുള്ള റിലേഷനാണ്. അതുകൊണ്ട് y minus 4 is equal to 3 times x minus 4. അങ്ങനെയാണ് എടുത്തത്. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? ആഫ്റ്റർ 2 years ആണ്. അപ്പൊ ആഫ്റ്റർ 2 years വരുമ്പോൾ എന്തായിരിക്കും? രാമൂസ് ഏജ് രാമുവിന്റെ പ്രസന്റ് ഏജ് എക്സ് ആ. 2 വർഷം കഴിയുമ്പോൾ ഏജോ 2 വയസ്സ് കൂടും, അല്ലെ? ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എക്സ് ആണ്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 2 ആവും. ആരുടെ ഏജ്? രാമുവിന്റെ ഏജ്. കാരണം ദി കണ്ടീഷൻ ഈസ് ഗിവൺ ആഫ്റ്റർ, അപ്പൊ അല്ലെ, ദി ഏജസ് ആഫ്റ്റർ 2 years ആണ്. ആ 2 വർഷം കഴിഞ്ഞുള്ള ഏജ് നമ്മളുടെ റിലേഷൻ ആയിരിക്കണം. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടും. അപ്പൊ രാമുവിന്റെ ഏജ് എക്സ് എന്നുള്ള എക്സ് പ്ലസ് 2 ആവും. അതുപോലെ റഹീമിന്റെ ഏജോ y എന്നുള്ളത് y പ്ലസ് 2 ആവും.
ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇറ്റ് വിൽ ബി 2 ടൈംസ്, അതായത് രാമൂസ് ഏജിന്റെ 2 ടൈംസ് ആയിരിക്കും റഹീംസ് ഏജ്. റഹീംസ് ഏജ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് രാമൂസ് ഏജ്. ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് എഴുതിയതാണ്. റഹീം ഈക്വൽ ടു 2 രാം എന്ന് എഴുതിയതാണ്. റഹീംസ് ഏജ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് രാമൂസ് ഏജ്. ആൻഡ് റഹീംസ് ഏജ് അറ്റ് ദാറ്റ് ടൈം ഈസ് y പ്ലസ് 2. രാമൂസ് ഏജ് ഈസ് x plus 2, so 2 into x plus 2. അപ്പോൾ y plus 2 is equal to 2 into x plus 2. So another relation equal to simplify ചെയ്യാം. y plus 2 is equal to 2x plus 4 എന്ന് എഴുതാം. അപ്പോൾ y plus 2 is equal to 2x plus 4 എന്ന് വരുമ്പോൾ ഈ y plus y equal to ആദ്യത്തെ പോലെ ഈ plus 2 ന് അപ്പുറം ഉണ്ടോ? 2x plus 4 minus 2, adding 2 goes to that side, become subtracting 2. y equal to 2x, 4 minus 2 എന്ന് പറഞ്ഞാൽ 2, അപ്പോൾ 2x plus 2 എന്ന് കിട്ടും. അപ്പോൾ y equal to 2x plus 2 എന്ന് കിട്ടി. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ y equal to 3x minus 8, സെക്കൻഡ് ഇക്വേഷൻ y equal to 2x plus 2. ഇതില് y-യുടെ പ്ലേസിൽ നമുക്ക് 3x minus 8 എന്ന് എഴുതിയാൽ പോരെ. ഈ y ഒക്കെ വായിച്ചിട്ട് ഇവിടെ y equal to 3x minus 8 ആണ്. അപ്പോൾ from 1 and 2 we can write വൈയുടെ പ്ലേസിൽ 3x മൈനസ് 8 എന്ന് എഴുതി. ഈ 3x മൈനസ് 8 ഈ വൈയുടെ സ്ഥാനത്ത് എഴുതി. 2x പ്ലസ് 2 അത് തന്നെ എഴുതി. ഇത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ. 3x ഈക്വൽ ടു 2x പ്ലസ് 2 സബ്ട്രാക്ടിങ് 8 ഗോസ് ടു ദാറ്റ് സൈഡ് ബിക്കം ആഡിങ് 8. 3x മൈനസ് 8 അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് 8 ആവും എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓപ്പറേഷൻ. ഇവിടെ 8 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഇതിനെ ഈക്വല്. അപ്പോൾ ഈ 8 അപ്പുറം ആഡ് ചെയ്താൽ ഇതിനെ ഈക്വൽ ആവും. അപ്പോൾ 3 അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 3x 8 കുറവാണ് 2x പ്ലസ് 2. അപ്പോൾ 2x പ്ലസ് 2ന്റെ കൂടെ 8 ആഡ് ചെയ്താൽ 3x ഈക്വൽ ആയിരിക്കും. അപ്പോൾ 3x ഈക്വൽ ടു 2x പ്ലസ് 10 ആയി. ഇനി ഈ 2x സെപ്പറേറ്റ് എടുക്കാം. 3x മൈനസ് 2x ഈക്വൽ ടു 10 ആയി. x ഈക്വൽ ടു 10 എന്ന് കിട്ടും അല്ലേ. 2x പ്ലസ് x ഈക്വൽ ടു 2, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ 3xനെ 2x പ്ലസ് x ഈക്വൽ ടു 2x പ്ലസ് 10. അപ്പോൾ 2x പ്ലസ് x ഈക്വൽ ടു 2x പ്ലസ് 10 ആകുമ്പോൾ 2x 2xും സെയിം ആണ്. അപ്പോൾ 2xന്റെ കൂടെ x ആഡ് ചെയ്താലും 2xന്റെ കൂടെ 10 ആഡ് ചെയ്താലും ഈക്വൽ ആണ്. x ഈക്വൽ ടു 10 ആണ്. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 2x ഇട്ടിട്ട് എടുക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 3xന് പകരം 2x പ്ലസ് x എന്ന് എഴുതി. കാരണം ഇവിടെ 2x പ്ലസ് 10 ആണ്. അപ്പോൾ 2xനോട് x ആഡ് ചെയ്യുന്നത് തന്നെയാണ് 2xനോട് 10 ആഡ് ചെയ്യുന്നത്. സോ x ഈക്വൽ ടു 10 എന്ന് കിട്ടി. x എന്ന് പറയുന്നത് എന്താണ്? രാമോസ് പെർസെൻറ്റേജ് ആണ്. ഇനി y ഈക്വൽ ടു 3x മൈനസ് 8 എന്നോട് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ y ഈക്വൽ ടു 2x പ്ലസ് 2 എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് വാല്യൂ കൊടുത്താൽ മതി. 2x പ്ലസ് 2ല് എക്സിന്റെ പ്ലേസിൽ 10 എഴുതുക. അപ്പോൾ y is equal to 2x പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 into 10 പ്ലസ് 2, 2 into 10 എന്ന് പറഞ്ഞാൽ 20, 20 പ്ലസ് 2 22 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് x ഈക്വൽ ടു 10 എന്നും y ഈക്വൽ ടു 22 എന്നും കിട്ടി. x ഈക്വൽ ടു 10, y ഈക്വൽ ടു 22. x എന്ന് പറഞ്ഞാൽ എന്താണ്? രാമൂസ് പെർസെൻറ്റേജ്. രാമുവിന്റെ പെർസെൻറ്റേജ് 10 വയസ്സ്. ആൻഡ് റഹീംസ് പെർസെൻറ്റേജ് y എന്ന് പറഞ്ഞാൽ 22. അപ്പോൾ റഹീമിൻ്റെ പെർസെൻറ്റേജ് 22 ഇയേഴ്സ് ആണ്. അത് ശരിയല്ലേ എന്ന് നമുക്ക് അവസാനം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 വർഷം മുമ്പാണെങ്കിൽ രാമുവിന് 10 4 പറയും 6 വയസ്സാവും. ഇവിടെ 22 4 പറയും 18 ആവും. 6ന്റെ 3 മടങ്ങാണ് 18. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ 2 വർഷം കഴിയുമ്പോഴോ ഇവിടെ 10 എന്നുള്ള 12 ആവും. ഇവിടെ 22 എന്നുള്ള 24 ആവും. 12ന്റെ ഇരട്ടിയാണ് 24. അപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉത്തരം ശരിയാണ്. അങ്ങനെ വെരിഫൈ ചെയ്യാൻ കൂടി നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.